1,00,000-ഓളം പ്രവർത്തകരും, ആയിരക്കണക്കിന് മഹല്ലുകളും, നൂറുകണക്കിന് പണ്ഡിതന്മാരും, കോടിക്കണക്കിന് ആസ്തിയുമുള്ള ഒരു പണ്ഡിത സഭയും ജമിഅത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളും, ആണും പെണ്ണും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ സംഘടന ഉണ്ടല്ലോ, എല്ലാവരും അവിടെ കൂടി ഉണ്ടാക്കിയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ 4 ഇരട്ടി പണിയെടുത്തപ്പോ എന്തായി? അവിടെ നസ്റും ഫതഹും ഉണ്ടായി, അള്ളാന്റെ സഹായവും ഫതഹും ഉണ്ടായി. ഇവിടെ അള്ളാന്റെ സഹായം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഫിത്ന ഉണ്ടായി. അവിടെ ആളുകൾ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിച്ചു, ഇവിടെ സംഘടനയിൽ നിന്ന് കൂട്ടം കൂട്ടമായി പുറത്താക്കി. ഇതല്ലേ സംഭവിച്ചത്. ഇതിന്റെ കാരണം എന്താണെന്നും, ഈ മുജാഹിദ് പ്രസ്ഥാനം അമീബ മുറിയും പോലെ മുറിഞ്ഞു ദിവസം ചെറുതായി വരുന്നതും ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്നതും അവഹേളിക്കുന്നതും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെ നശിപ്പിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്താണോ ദാസ് ക്യാപിറ്റൽ എന്നതുപോലെ അല്ല, അതിനേക്കാൾ കൂടുതൽ പരിശുദ്ധ ഖുർആൻ ലൗഹിൽ മഹ്ഫൂദിനേക്കാൾ പരിശുദ്ധമായി നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഈ അമാനി മൗലവിന്റെ തഫ്സീർ എന്ന് പറയുന്ന ഈ ചവർ ഗ്രന്ഥമാണ് എന്ന് 14 വർഷമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നതെല്ലാം നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതിലുള്ള അക്ഷരത്തെറ്റുകളും വാചകങ്ങളിലും അതിന്റെ ഘടനയിലും വന്ന് തകരാറുകൾ തിരുത്താൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ ആളുകളിലേക്ക് ലെറ്റർ അയച്ചിക്കാണ് നിങ്ങൾ. എന്ത് വേണം ഇതിൽ കൂടുതൽ വലിയ അപഹാസമായ അവസ്ഥ? ആരായിരുന്നു നിങ്ങൾ? ആരാണെന്ന് നിങ്ങളെന്നാണ് വിചാരം? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞൊരു സംഗതി, ഈ തഫ്സീർ ചവറാണ്, അത് നിങ്ങൾ ഒഴിവാക്കുക. അതുകൊണ്ട് ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അമാനി മൗലവി തഫ്സീർ റിപ്പയർ കമ്മിറ്റി എന്നും പറഞ്ഞുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. തുറന്ന് പറഞ്ഞുതരാം മക്കളെ, നിങ്ങളെ കൊണ്ട് ഇത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം വളവ് മോന്തായത്തിനാണ്. ഇതിന്റെ പ്രശ്നം നുതുഫയിലാണ്. ഈ തഫ്സീർ എഴുതപ്പെട്ട ഉസൂലിലാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല. അമാനി മൗലവിന്റെ മകൻ കരീം അമാലി കുറെ ശ്രമിച്ചു, അത്ര അവസാനം കൈയൊഴിഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിനെ കൂടെ ഈ കമ്മിറ്റി ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അള്ളാഹു ആലം. അദ്ദേഹത്തിന്റെ അമാനി മൗലവി തഫ്സീർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മകൻ കുറെ ശ്രമിച്ചിരുന്നു, കരീം അമാലി. അവസാനം കഴിയില്ല, നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ നേരിട്ടല്ല മറ്റാളുകളിലൂടെ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു ആലം. അതുകൊണ്ട് ഒരു നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്റ് അടിച്ചപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു മുജാഹിദ് പ്രസ്ഥാനം ഇരുട്ടിൽ തപ്പിയ ഒരു നൂറ്റാണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ ഇരുട്ടിൽ തപ്പിയായിരുന്നു മാത്രമല്ല, ഇപ്പോഴും നിങ്ങൾ തപ്പുകയാണ്. ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ മണ്ടത്തരാണ്. എടോ, ഈ ചോദ്യം, ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ ജനങ്ങളെ അല്ല ഏൽപ്പിക്കേണ്ടത്, നിങ്ങളെ പണ്ഡിതന്മാരാണ് അത് കണ്ടുപിടിച്ച്. 57 വർഷമായോടെ ഈ തഫ്സീർ ഇറങ്ങിയിട്ട്. 1964 അതിന്റെ 1-ാം വാളി ഇറങ്ങിയത്. 57 വർഷം ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ 2 തലമുറ ജനങ്ങൾ വായിച്ചിട്ട്, വായിക്കുന്ന തലമുറയുടെ 2 തലമുറ വായിച്ചിട്ട്, ഇനി നിങ്ങൾ അതിലെ തെറ്റും അബദ്ധവും ഒക്കെ ചോദിച്ചു വരാന്ന് വെച്ചാൽ ഷെയ്മ് അപ്പോണിയും, നാണക്കേടത്. അതുകൊണ്ട് ഈ തഫ്സീർ നിങ്ങളെ കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ തഫ്സീർ എല്ലാം തിരിച്ചു വാങ്ങിക്കുക, പൈസ തിരിച്ചു കൊടുക്കുക, നല്ല കുഴി കുത്തിയിട്ട് കുഴിച്ചിടുക, അല്ലെങ്കിൽ കൂട്ടിയിട്ട് കുറച്ച് പെട്രോളും മണ്ണെണ്ണ പാകന്റെ തീ കൊടുത്ത് കത്തിച്ചു കഴിയുക. എന്തുകൊണ്ട് പറഞ്ഞുതരാം. ഈ തഫ്സീർ നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള നിഷ്കളങ്കമായൊരു കിബർ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ, നിഷ്കളങ്കമായൊരു കിബർ. അതെന്താ ആര് പറഞ്ഞാലും കേൾക്കില്ല, ഞങ്ങളെ ഉലമാക്കളുടെ മേലൊരു ഉലമാക്കളില്ല എന്നൊരു കിബർ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും. ഞങ്ങളുടെ അമാനി മൗലവി, മൂസ മൗലവി, ടി.പി. മൗലവി, കെ.പി. മൗലവി, പിന്നെ എസ്.പി. മൗലവി, സി.പി. മൗലവി, ഇതേമാതിരി കുറെ ഇംഗ്ലീഷ് അക്ഷരത്തിൽ അറിയുന്ന കുറെ മൗലവിമാർ. ഇവരൊക്കെ ആരെയാ? ഈ നാട്ടിലുണ്ടായിരുന്ന അറബി മുനിഷികൾ. പോരെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സെക്യുലർ സൊസൈറ്റിയിലെ, സെക്യുലർ രാഷ്ട്രത്തിലെ, സെക്യുലർ സൊസൈറ്റിയിലെ ഒരു ചവർ സിലബസായ അഫ്ദലുൽ ഉലമ സിലബസ് പാസ്സായി ജോലി കിട്ടും വരെ പഠിച്ചവന്മാര് മാത്രമായിട്ടുള്ള അറബി മുൻഷികൾ. അപ്പൊ നിങ്ങളെക്കുറിച്ച് ബോംബെയിൽ ചെന്നിട്ട് ഒരു മുസ്ലിമിനോട് എന്ന് ചോദിച്ചാൽ അറിയോ? അറിയില്ല. മദ്രാസിൽ അറിയോ? ബാംഗ്ലൂരിൽ അറിയോ? ഒരു മുസ്ലിമിനോട്, അവിടെയുള്ള മുജാഹിദിനോട് അറിയാം, പക്ഷെ അവിടെ ഒരു മുസ്ലിമിനോട് അറിയോ? ഇല്ല. നിങ്ങൾ കേരളത്തിൽ പോലും ഒരു ചുക്കുമല്ല. എന്നിട്ടല്ലേ നിങ്ങൾ ഇന്ത്യയിൽ, എന്നിട്ടല്ലേ നിങ്ങൾ ലോകത്ത്. അതുകൊണ്ട് നിങ്ങളുടെ ഇസ്ലാഹിയത്ത് എന്ന് പറഞ്ഞ കുഫറിന്റെ ബീജം ഉണ്ടല്ലോ, അത് പേറി നിങ്ങൾ സ്വയം കിബർ നണിഞ്ഞ് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ചെരുപ്പ് നക്കികളായിട്ടുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ പണ്ഡിതന്മാരായി ചമഞ്ഞ് അവരെ മുന്നിലേക്ക് നിങ്ങൾ വലിയ ആനിമ്യങ്ങളാണ്, വലിയ സംഭവം ഇട്ടുകൊടുത്ത് നിങ്ങൾ ചമഞ്ഞ് നടക്കരുത്. നിങ്ങൾ പഠിച്ച സുല്ലമി, സലാഹി, മദനി, സലഫി എന്നൊക്കെ പറഞ്ഞ ചവറ് സിലബസ് ഉണ്ടല്ലോ, ഇതൊന്നും യുവതലമുറയുടെ മുമ്പിൽ വില പോവില്ല. ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങിയൊരു സംഗതി എന്താ വെച്ചാൽ, നിങ്ങളുടെ പണ്ഡിതന്മാരെ കുറിച്ചേക്കാൾ കൂടുതൽ പഠിച്ചവന്മാരാണ് ആര്? ഇന്നത്തെ യുവതലമുറ.
ഇന്നത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അക്കൗണ്ടന്റുമാരും പിന്നെ പ്രൊഫഷണൽസും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരും ഒക്കെ ഇൽമിന്ന് നിങ്ങളെ പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ പഠിച്ചവരാ. അതുകൊണ്ട് നിങ്ങളുടെ ആ കുത്തുബയും ക്ലാസ്സും ഒന്നും ഇനി വരപ്പോവില്ല. ഈ അമാനി വലുവിന്റെ തഫ്സീർ നോക്കിയിട്ട് അറബി അറിയുന്നവനും അറിയാത്തവനും പഠിച്ചവനും പഠിക്കാത്തവനും മക്കത്ത് പഠിച്ചവനും മദീനത്ത് പഠിച്ചവനും എവിടെ പഠിച്ചവനും ഓരോ അവസാനം ഈ തഫ്സീർ നോക്കിയിട്ടേ പിന്നെ പ്രസംഗിക്കൂ, ഈ തഫ്സീർ നോക്കിയിട്ടേ പിന്നെ ക്ലാസ് എടുക്കൂ, ലേഖനം എഴുതുള്ളൂ. അതുകൊണ്ട് നിങ്ങളാകുന്ന അറബി മനുഷ്യകൾ എഴുതി, നിങ്ങളാകുന്ന അറബി മനുഷ്യകൾ വായിച്ച്, നിങ്ങളാകുന്ന അറബി മനുഷ്യകൾ പ്രസംഗിച്ച്, അത് നിങ്ങളാകുന്ന അറബി മനുഷ്യകൾ കേട്ട് അതൊന്നും ഇനി വരെ പോവില്ല. ഇൽമുള്ള അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഇമാം അഹ്മദ്